ഹായ്, ഞാനൊരു സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 200 ഗ്രാം വറുത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് സേമിയ ഇട്ട് 5-6 സെക്കൻഡ് ഇളക്കി 2.5 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാം. പാത്രം അടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കാം. സേമിയ നല്ലപോലെ വേകണം. നന്നായിട്ട് വെന്തതിന് ശേഷം പാൽ ചേർക്കാം. ഒന്നേ 1/4 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാലൊഴിച്ച് ചൂടാക്കാം. പാൽ നല്ലപോലെ തിളച്ചതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ആകെ എടുത്തിരിക്കുന്നത്. ആദ്യം 1 കപ്പ് ചേർത്തു, പിന്നെ 2 പ്രാവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് നല്ലപോലെ വീണ്ടും ഇളക്കാം. മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെച്ച് ഇളക്കാം. പാല് നല്ലപോലെ കുറുകി വരണം. നന്നായിട്ട് കുറുകിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുക. 1 നുള്ളു ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഇളക്കി 10-15 മിനിറ്റ് വീണ്ടും ഇളക്കി പാല് നല്ല തിക്കാവുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1/4 കപ്പ് വീതം റേസിൻസും കാഷ്യൂനട്ടും വറുത്ത് ചേർക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കഴിക്കാം. താങ്ക് യു.